ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ നിൽക്കുന്ന എല്ലാവർക്കും ഐക്കൺ ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും മിക്കവാറും എല്ലാ ഡിസൈനേഴ്സും ഐക്കൺ എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് മിക്കവാറും യൂസ് ചെയ്യാറ്. എന്നിരുന്നാലും ഒരു ഡിസൈനർ എന്ന നിലയിൽ എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗ്രിഡ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്കെൽട്ടൺ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പിക്സൽ പെർഫെക്റ്റ് ഐക്കൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ iOS ആപ്പിൻ്റെയൊക്കെ ഐക്കണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകതരം ഒരു സ്കെൽട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രിഡ് ആയാലും അതിൻ്റെ ഗ്രിഡിങ് സ്പേസിങ്ങും ഒക്കെ തന്നെ. മറിച്ച് നമ്മളൊരു മെറ്റീരിയൽ ഐക്കൺ ഒരു ആൻഡ്രോയിഡ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യുന്ന ഗ്രിഡും സിസ്റ്റവും ഒക്കെ സംതിങ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു മെറ്റീരിയൽ ഐക്കണിൻ്റെ ഈ കാണുന്ന ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പഠിക്കാം. ഈ ഗ്രിഡ് നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയലൊക്കെ കിട്ടും. പക്ഷേ അത് വേണ്ട, നമുക്ക് ഈ ഒരു ഗ്രിഡ് നമുക്ക് തന്നെ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് എന്തിനാണെന്നുള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്സൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐക്കൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫിഗ്മ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇല്ലുസ്ട്രേറ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്യാം. ഏതെങ്കിലും ഒരു വെക്റ്റർ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. എന്തായാലും ഞാൻ കൂടുതലും ഫിഗ്മ യൂസ് ചെയ്യുന്നുണ്ട്. ഫിഗ്മയ്ക്കകത്താണ് ഇപ്പം ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗ്മ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് ഫയൽ നെയിം കൊടുക്കാം, ഐക്കൺ വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 24x24 സൈസിലുള്ള ഒരു ഫ്രെയിം എടുത്താണ് നമ്മുടെ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ആദ്യം തന്നെ ലെഫ്റ്റ് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം അഥവാ ഷോർട്ട് കട്ട് F ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ പോയിട്ട് ഞാൻ അതിനെ 24 എന്നും ഉള്ള സൈസിലേക്ക് മാറ്റി അതിൻ്റെ ആക്സിസും 0 ആക്കി സെൻറ്ററിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് ഡ്യൂട്ടി നമ്മുടെ ക്യാൻവാസ് സെറ്റ് ചെയ്യുന്നു, അതായത് നമ്മുടെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഡ്യൂട്ടി. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിനുള്ള ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഫ്രെയിമിന് നമുക്ക് 24x24 എന്നുള്ളൊരു പേരും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓൾറെഡി നമുക്ക് അവരൊരു ഗ്രിഡ് കാണിച്ചു തരുന്നുണ്ട്, ഓരോ പിക്സൽ ബൈ പിക്സലായിട്ട്. ഇനി ഇതിൽ ആദ്യമേ തന്നെ ഈ കിടക്കുന്ന പിക്സലുകൾ കുറച്ചും കൂടി ലെജിബിളായിട്ട് വിസിബിളായിട്ട് കാണണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു ഗ്രിഡ് സെറ്റ് ചെയ്യാം. അതല്ല, ഈ കിടക്കുന്ന ഒരു ഗ്രേ കളറിലുള്ള ലൈൻസുകൾ മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി. അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെജിബിളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ലേഔട്ട് ഗ്രിഡിൽ വരിക. ഗ്രിഡിനകത്ത് ഗ്രിഡ് സൈസ് 1 ആക്കി കൊടുത്തുകൊണ്ട് അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് അതിൻ്റെ പിക്സൽസുകളെ മനസ്സിലാക്കാൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് അത് തൽക്കാലം ഓഫ് ചെയ്തിടുകയാണ്. കാര്യം അത് നമുക്ക് ഓൾറെഡി ഗ്രിഡിൻ്റെ ഇവിടെ ഒരു ഗ്രേ ലൈൻസ് ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിനൊന്ന് ഓഫ് ചെയ്തിടുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രെയിം സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് എടുക്കുക. ടോപ്പിൽ ടൂൾ ബോക്സിൽ വന്നെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് 6 എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ വന്നിട്ട് അതിനകത്തായിട്ട് 18x18, അതായത് 18 പിക്സൽ വിഡ്ത്തും 18 പിക്സൽ ഹൈറ്റും ആയിട്ട് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് ഓട്ടോമാറ്റിക് സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട് ടോപ്പിൽ അലൈൻ ഹൊറിസോണ്ടൽ സെൻറ്ററും അതുപോലെ തന്നെ അലൈൻ വെർട്ടിക്കൽ സെൻറ്ററും കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അത് സെൻറ്ററിൽ വരും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഔട്ട്ലൈൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ വന്നതിന് ശേഷം സ്ട്രോക്കിൽ പോവുക. സ്ട്രോക്കിൽ പോയതിന് ശേഷം നമുക്ക് ഇതിന് ഒരു 0.1 വാല്യൂവിൻ്റെ ആവശ്യമുള്ളൂ. ഒരു പിക്സൽ ഗ്രിഡിൻ്റെ ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഈ ഒരു ഗ്രിഡ് സെറ്റപ്പ് ചെയ്യാനായതുകൊണ്ട് നമുക്ക് 0.1 പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഒരു ലൈൻ കിട്ടും. അതിനുശേഷം അകത്ത് കളറിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഫിൽ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടുന്നത് ഈ ഒരു പരിപാടിയാണ്. അത് 18 എന്ന് പറയുന്ന സൈസിൽ, ആ 18 സൈസിലെടുത്തിട്ട് ഞാൻ ലൈൻ ക്ലിയർ ആക്കിയതിന് ശേഷം Ctrl+D എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നു. ഓക്കെ, Ctrl+D. ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായ ആ ഒരു ബോക്സിന് ഞാൻ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതായത് വിഡ്ത്ത് ഞാൻ 20ഉം ഹൈറ്റ് 16ഉമായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും സെൻറ്റർ ചെയ്തു. ഓക്കെ, ഇനി ആ ഒരു ബോക്സിനെ വീണ്ടും ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അതായത് Ctrl+D. ഓക്കെ, ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സൈസ് വിഡ്ത്ത് 16ഉം ഹൈറ്റ് 20ഉം ആയിട്ട് മാറ്റുന്നു. അതിനുശേഷം നമ്മളിതിനെ സെൻറ്ററായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് സ്കെൽട്ടൺ സ്ട്രക്ചർ ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു 3 ബോക്സുകൾ ആദ്യം തന്നെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇത് 3 കൂടെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വന്നിട്ട് അതിൻ്റെ ബോർഡർ റേഡിയസ് 1 കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു 1 പിക്സലിലുള്ള ബോർഡർ റേഡിയസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സർക്കിളിൻ്റെ ക്രിയേഷനാണ്. അത് നമുക്കിവിടെ വന്ന് ടൂളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ എലിപ്സ് ആയതുകൊണ്ട് O എന്ന ഷോർട്ട് കട്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വരുന്നു. ഞാൻ ഇതിലേക്ക് വന്ന് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഞാൻ സർക്കിളിന് 20x20 എന്ന് പറയുന്ന സൈസ് കൊടുക്കുന്നു, അതായത് 20x20. ഓക്കെ, 20x20 ആയിരിക്കും. ഞാൻ സെൻറ്ററിലായിട്ട് നേരത്തെ പോലെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സെൻറ്റർ കൊണ്ടുവന്നു, അതിലേക്ക് വെച്ചു. ഇനി
ഇതും ഔട്ട്ലൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതേ ലൈൻ തന്നെ ഇതിലും ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ട്രോക്കിൽ പോയി ഇനി കളറൊന്നും മാറ്റാൻ നിൽക്കേണ്ട. ഇവിടെ ഓൾറെഡി നമ്മൾ ആ ലൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കോപ്പി പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരിക, കോപ്പിക്കകത്ത് വന്നിട്ട് പേസ്റ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റൈൽ ഇവിടെ അതേപോലെ വന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ സ്റ്റൈലുകൾ ഇതിനിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഫസ്റ്റ് സർക്കിൾ അവിടെ ഫിനിഷായി. ഇനി അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് വീണ്ടും ഒരു സർക്കിൾ വേണം. അത് 10x10 10 പിക്സൽ വിഡ്ത്തും 10 പിക്സൽ ഹൈറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അവിടെ ഇതിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. Ctrl+D അടിച്ച് ആ വട്ടത്തിന് അതിന് ശേഷം റൈറ്റ് സൈഡിൽ വന്ന് 10 കൊടുക്കുന്നു. നേരത്തെ ചെയ്തതുപോലെ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, സെൻറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് കാണുന്ന ഈ ഫസ്റ്റിലത്തെ ഈ ലൈൻ എല്ലാം കൂടെ ചേർത്ത് നമ്മളിതിനെ കീ ഷേപ്സ് എന്നാണ് പറയുന്നത്. കീ ഷേപ്സ്. ഓക്കെ, അപ്പോൾ ഈ കീ ഷേപ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കീ ഷേപ്സ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് Ctrl+G ഫോർ ഗ്രൂപ്പിംഗ്. അതിനുശേഷം ഞാനത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കീ ഷേപ്സ് എന്ന് ഞാനത് പേരും കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതിന് ശേഷം കീ ഷേപ്പിന് ശേഷം നമുക്ക് അതിന് ചുറ്റും ഒരു ലൈൻസുകൾ വെച്ചുകൊണ്ടുള്ള മറ്റൊരു ഗ്രിഡ് ഉണ്ട്. അതിനെ ഓർത്തോഗണൽസ് എന്നാണ് പറയുന്നത്. ഓർത്തോഗണൽസ്. അപ്പോൾ ഈ ഓർത്തോഗണൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഷേപ്പ് നമ്മളിവിടെ നിൽക്കുന്നു. അതിനുശേഷം ഞാൻ തൽക്കാലം അതിനെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഈ കണ്ണിൻ്റെ ഐക്കണിലൂടെ ചെയ്ത് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലുള്ള ഓർത്തോഗണൽസിൽ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നു. വീണ്ടും ഒരു ബോക്സ് എടുത്തു, റെക്റ്റാങ്കിൾ എടുത്ത് 24x24 ഞാൻ ഓൾറെഡി കൊണ്ടുവന്നു. ഓക്കെ, 24 വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ബോക്സ് ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ ചെയ്ത പോലെയുള്ള നമ്മുടെ അതേ കളറിൽ അതേ ലൈൻ വിടാൻ വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ പ്രോപ്പർട്ടി കോപ്പി ചെയ്തിരുന്നത് കൊണ്ട് ഇനി എവിടെയെങ്കിലും അത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പേസ്റ്റ് പ്രോപ്പർട്ടീസ് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൻ ബോക്സിന് നമുക്ക് റേഡിയസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ഇവിടെ റേഡിയസ് 0 ആക്കിക്കൊണ്ട് വെറും ഒരു ബോക്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ബോക്സിൽ ഞാൻ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ലൈനിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇന്നർ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടോപ്പിൽ ശ്രദ്ധിച്ചാൽ അവിടെ അതിൻ്റെ ഐക്കൺസുകൾ, ടൂൾസുകളൊക്കെ മാറിയേക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഓർക്ക് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്യുന്നു. ആ ലൈനിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതാണ് ഈ ടോപ്പിൽ കാണുന്ന വ്യത്യാസം. അവിടെ ഞാൻ ടോപ്പിൽ പോയിട്ട് വീണ്ടും ഒരു പെൻ ടൂൾ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 8 പിക്സൽ ഇവിടുന്ന് ലെഫ്റ്റ് കളയാം. അതായത് 1 2 3 4 5 6 7 8 കഴിയുന്നിടത്ത് ആ ബ്ലാക്കിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് താഴേക്ക് വന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് 4 പിക്സൽ, അതായത് 1 2 3 4 കഴിയുന്നിടത്ത് വീണ്ടും ലൈൻ വരയ്ക്കുക, ക്ലിക്ക് ചെയ്യുക. അതിനൊന്ന് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ വീണ്ടും ഇവിടുന്ന് 4 ആയതുകൊണ്ട് ഇവിടെ 4 1 2 3 4 ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. താഴെയായിട്ട് വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു സൈഡിലുള്ള ലൈൻസുകൾ സെറ്റായി. ഇനി ഇതേ പ്രോസസ്സ് തന്നെ ഇങ്ങോട്ട് താഴോട്ട് നോക്കണം. അതായത് ടോപ്പിൽ നിന്ന് 8 പിക്സൽ 1 2 3 4 5 6 7 8 കഴിയുന്ന അടുത്ത ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റിലായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നു. അടുത്ത 1 2 3 4 കഴിയുന്നു. ഇവിടുന്ന് അടുത്തടുത്തേക്ക് ജോയിൻ ചെയ്യുന്നു. വീണ്ടും 1 2 3 4 കഴിയുന്നു. ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്തടുത്തേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡയഗണൽസിൻ്റെ ഫസ്റ്റ് ലൈൻസുകളെല്ലാം സെറ്റായി. ഇനി ഒരു ക്രോസും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ഒരു കോണിൽ നിന്നും ഈ ഒരു കോണിലേക്ക് ഒരു ലൈൻ, അതുപോലെ തന്നെ ഈ കോണിൽ നിന്നും ഈ കോണിലേക്കും ഒരു ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ഫുൾ ഇതായി ലൈൻസുകളായി കഴിഞ്ഞു. അതിനുശേഷം ടോപ്പിൽ വന്ന് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒറ്റ ലെയറായിട്ട് റെക്റ്റാങ്കിളായിട്ട് മാറി നമുക്ക് ഒരു പ്രത്യേക ലെയറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കണ്ട ലൈൻസുകളാണ് നമ്മൾ ഡയഗണൽസ് എന്ന് പറയുന്നത്. ഈ ഡയഗണൽസിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ചെയ്ത കീ ഷേപ്പും കൂടെ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു ഷേപ്പ്, അതായത് അതിൻ്റെ സ്കെൽട്ടൺ, നിങ്ങളുടെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്കെൽട്ടൺ അഥവാ ഗ്രിഡ് സെറ്റായി കഴിഞ്ഞു. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് പകരം സെൽഫായിട്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ശീലിക്കുക. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാം. പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഈ ഒരു കാര്യം ഒരു ഡിസൈനർ എന്ന നിലയിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം, അതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ ഗ്രൂപ്പായിട്ടുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിന് ഗ്രിഡ് എന്ന് പേരും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗ്രിഡിനകത്ത് നമ്മൾ 2 പോർഷനായിരുന്നു നേരത്തെ പറഞ്ഞ കീ ഷേപ്സ് എന്ന് പറയുന്ന ഏരിയ, അതേപോലെ തന്നെ ഈ ലൈൻസുകൾ വെച്ച് റെക്റ്റാങ്കിളായിട്ട് അതിൻ്റെ ഡയഗണൽസുകളും വരച്ചു. രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാക്കി. അപ്പം അതായി സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊന്ന് കുറയ്ക്കാം. അതായത് ഈ കണ്ട ഈ 2 സാധനങ്ങളും, ഈ കണ്ട ഈ 2 ലൈൻസുകളും എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ മുകളിലൂടെ വരയ്ക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി ഒരു 20 കൊടുത്ത് ഒന്ന് ഫെയ്ഡ് ഔട്ടാക്കി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇട്ടേക്കാം. അതിനുശേഷം നമുക്ക്
അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഐക്കൺസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു ബേസിക് സ്കെൽട്ടൺ ഗ്രിഡ് സെറ്റായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വളരെ പൗസ് ചെയ്ത് നിങ്ങൾ സമാധാനമായിട്ട് കണ്ട് മനസ്സിലാക്കി തന്നെ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഇതിൽ ഓരോ പിക്സലിനും അത്രത്തോളം വാല്യൂ ഉണ്ട്, ഓരോ ഏരിയയ്ക്കും അത്രത്തോളം വാല്യൂ ഉണ്ട്. ഓക്കെ അപ്പോൾ എനിവേ നമ്മുടെ ഗ്രിഡിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലോക്ക് ഐക്കണാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുമ്പോൾ ഓർക്കുക, ഈ പിക്സൽ ബൈ പിക്സലായിട്ട് ഓരോ സ്ഥലങ്ങളിലെ സ്പേസ് ഈക്വലാക്കിക്കൊണ്ട് നമ്മൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായ അളവുകൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ദാണ്ടെ ഇവിടെ ഒരു ബോക്സ് വരച്ചു. ഈ ബോക്സ് വരച്ചത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ലോക്കിൻ്റെ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ലോക്കിൻ്റെ ഈ ഒരു ബോക്സിൽ വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, അതിനെ ഒരു പിക്സൽ കുറച്ചതിന് ശേഷം അടുത്തതായിട്ട് ഇവിടെ ടോപ്പിൽ മുകളിലോട്ടായിട്ട് ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുന്നു. ബോക്സ് വരച്ചതിന് ശേഷം ഓർക്കുക, ഇതിൻ്റെ ടോപ്പിൽ 2 പിക്സലാണ് ടോപ്പിലെ സ്പേസ് വന്നിരിക്കുന്നത്. അതേപോലെ താഴേക്ക് വന്നാൽ താഴെയും 2 പിക്സലാണ് സ്പേസ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് നോക്കിയാൽ 1 2 3 4, റൈറ്റിൽ നോക്കിയാൽ 1 2 3 4. അപ്പം ഈക്വൽ പിക്സൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പേസിംഗ് ആയി. ഇനി ഇതിനെ നമ്മുടെ ഒരു ലോക്കിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ടോപ്പിലെ 2 ഏരിയ ഇവിടെ നോഡും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിനായിട്ട് ഞാനൊരു 3 റേഡിയസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അതായത് റേഡിയസ് ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് ഈ ബോക്സ് ഒന്ന് ഞാനൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബോക്സിനും ഒരു ചെറിയ ഒരു റേഡിയസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെയും ഒരു 3 റേഡിയസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പും കൃത്യമായിട്ട് അവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ലോക്കിൻ്റെ ഏകദേശം ഷേപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ 2 ഷേപ്പുകളിലും നമുക്ക് പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മൾ ഈ ഐക്കണിൻ്റെ ക്രിയേഷനകത്ത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഐക്കൺസുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അതായത് ഈ ഫ്ലാറ്റായിട്ടുള്ള ഈ ഐക്കൺസുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഫിൽഡ് ആയിട്ടുള്ള ഐക്കൺസ്. ഫിൽഡ് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ അതിൽ കളർ ഫുള്ള് ഫില്ലായിട്ടുള്ള ഐക്കൺസുകളായിരിക്കും. അപ്പോൾ ആ ഒരു ഫിൽ ടൈപ്പാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫുള്ള് ഫില്ലായിട്ട് കളറുകൾ മാത്രം ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് രണ്ടും കൂടെ നമുക്ക് സെലക്ട് ചെയ്ത് കുറച്ചും കൂടെ ഡാർക്ക് കളർ ഞാനൊരു 333333 എന്ന് പറയുന്ന കോഡ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മുടെ ടോപ്പിലുള്ള പോർഷൻ നമുക്കറിയാം, ടോപ്പിലുള്ള ഒരു ലോക്കിൻ്റെ കറക്കം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്ട്രോക്ക് മാത്രമായിരിക്കും ടോപ്പിലുള്ളത്. അതുകൊണ്ട് ഒരു ടോപ്പിൽ നിന്നുള്ള സ്പേസ് ഞാനൊരു 3333 എന്നുള്ള കോഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഫില്ലങ്ങ് ഞാൻ നന്നാക്കുകയാണ്. അപ്പോൾ ടോപ്പിൽ ഈ ഒരു ഷേപ്പ് കിട്ടും. അതിൻ്റെ ഒരു പിക്സൽ ഈ ടോപ്പിലോട്ട് കയറി നിൽക്കുന്നുണ്ട്, ഒരു പിക്സൽ താഴേക്കാക്കിയാൽ അത് കൃത്യമായിട്ടിരിക്കും. വേണമെങ്കിൽ അതിന് തിക്നെസ് കൂട്ടണമെങ്കിൽ ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിട്ടിരിക്കും. കാര്യം ഫിൽഡായിട്ടുള്ള ഐക്കണാകുമ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആ ഒരു ഷേപ്പിലേക്ക് കൊടുക്കാം. ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റം വരുമ്പോൾ ഓരോ പിക്സൽസിലും ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇവിടെ 2 പിക്സൽ കൊടുത്തപ്പോൾ ഒരു പിക്സൽ ഇവിടെ നിന്നും ടോപ്പിലോട്ട് കയറി, ഈ കാണുന്ന ടോപ്പ് അത് നമ്മൾ കുറച്ചും കൂടെ താത്ത് അതിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടെത്തണം ആദ്യം തന്നെ. അതിന് ശേഷമായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ലോക്കിൻ്റെ ഒരു ഓപ്പൺ ചെയ്യുന്ന ഒരു ഏരിയ, അതായത് ഒരു ഓപ്പണർ ഏരിയ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സർക്കിൾ കൃത്യമായിട്ട് കൊണ്ടിവിടെ വെച്ചു. അതിന് വേണ്ടിയിട്ട് 4 പിക്സലാണ് എടുത്തത്, 1 2 3 4. അതിനുശേഷം താഴേക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് 2 പിക്സലിലായിട്ട് താഴേക്ക് ഒരു അതിൻ്റെ എക്സ്ട്രാ പോർഷൻ ചെയ്തു. ആ ഒരു എക്സ്ട്രാ പോർഷൻ കൂടെ ചെയ്തിട്ട് ഞാൻ രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ടോപ്പിൽ വന്ന് ഇവിടെയായിട്ട് നമുക്ക് ഇതിനെ യൂണിയൻ സെലക്ഷൻ വഴി ഒന്നാക്കി മാറ്റാം. നമ്മൾ ഇലിസ്ട്രേറ്ററിലൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്. അപ്പം അതിനെ ഒന്നാക്കി മാറ്റുന്നു ഒരു ഘട്ടം. അതിന് ശേഷമായിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്നാക്കി മാറ്റാം. പക്ഷേ ഞാനിവിടെ ലൈൻ ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇതിനെ ഒന്നാക്കി മാറ്റുന്നില്ല. മറിച്ച് ഈ ഒരു ഫിൽഡ് ഐക്കൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഫിൽഡ് ഐക്കണായിട്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ കാണുന്നു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈ ഗ്രിഡ് ഒക്കെ ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഐക്കൺസ് ക്രിയേറ്റ് ആയത് കാണാം. ഓരോ സ്ഥലത്തെ സ്പേസിങ്, കളറ്, കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നും നമ്മളൊരു ഫിൽഡ് ഐക്കണാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ അടുത്തതായിട്ട് ലൈൻ ഐക്കൺസ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഐക്കൺസുകൾ ലൈൻ ഷേപ്പിലായിരിക്കും, ലൈനായിട്ടുള്ള ഷേപ്പിലുള്ള ഐക്കൺസ്, അതായത് ഇങ്ങനെ ഫുൾ ഫിൽഡ് ആയിരിക്കില്ല, മറിച്ച് അതിൻ്റെ ഒരു ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഐക്കൺസുകൾ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 3 ടൈപ്പ് ഐക്കണുകളാണ് ഇതുപോലുള്ള ഐക്കണുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഫിൽഡ്, ഒന്ന് ലൈൻ ഐക്കൺ, ഒരെണ്ണം എന്ന് പറയുന്നത് ഡ്യുവോട്ടോൺ എന്ന് പറയും. അതായത് 2 കളറുകളെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐക്കൺ സെറ്റ്. അതായത് 2 ടോൺ ആയിരിക്കും, 2 കളറുകളായിരിക്കും അവിടെ വരുന്നത്. അതിനെ നമ്മൾ ഡ്യുവോട്ടോൺ എന്നോ അല്ലെങ്കിൽ 2 ടോൺ എന്നോ പറയാറുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ഐക്കണും
സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് നമുക്ക് ആദ്യം ലൈൻ ഐക്കൺ ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ലൈൻ ഐക്കൺ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാനിതിൽ വരുന്നു. ഈ ഷേപ്പിൽ വന്നിട്ട് എൻ്റെ സ്ട്രോക്ക് ആയിരിക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഫില്ല് നന്നായിരിക്കും. ഇവിടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ കണ്ട ഒരു പിക്സലിന് പകരം ഞാൻ ഇതിനെ ചെറുതാക്കുന്നു, അത് പിക്സൽ 1 ആക്കുന്നു. അപ്പോൾ ടോപ്പിൽ ലൈനായി. ഇനി ഈ അകത്ത് കാണുന്ന സർക്കിൾ, ഈ ഒരു ഏരിയ യഥാർത്ഥത്തിൽ എനിക്ക് ഒന്നുകിൽ സ്ട്രോക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഫിൽഡ് കളറായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ ഫിൽഡ് കൊടുത്താലും ഒരു കുഴപ്പമില്ല. കാര്യം ആ ഒരു ലൈൻ ഐക്കണിനകത്ത് അകത്തുള്ള ഈ ഒരു ഷേപ്പ് ഫിൽഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതേ അളവിലുള്ള മറ്റൊരു ലൈൻ ഐക്കൺ സെറ്റായി കഴിഞ്ഞു. അതാണ് ആ ഒരു ലൈൻ ഐക്കൺസിൻ്റെ പ്രത്യേകത. ഇനി 2 ടോൺസ് ഐക്കണിലേക്ക് വന്നുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ സ്ട്രോക്ക് നമുക്ക് ഒരു കളറായിരിക്കും, പക്ഷേ അതിനകത്തുള്ള ഫില്ല് എന്ന് പറയുന്നത് ആ ഒരു കളറിൻ്റെ ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു ടോൺ ആയിരിക്കും. ശ്രദ്ധിച്ചാൽ മതി, ചില ലോ ടോൺ ഐക്കൺസുകൾ എടുത്ത് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഒരു പോർഷൻ നമുക്ക് ഒരു ഡാർക്ക് കളർ കൊണ്ടായിരിക്കും ഒരു ലൈൻസ്, പക്ഷേ അതിനകത്ത് മാത്രം ഒരു കളർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് ടോൺ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതിലേക്ക് വന്നിട്ട് ഈ ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡ്യുവോ ടോണിലുള്ള ഒരു ഐക്കൺ സെറ്റ് നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഈ ഓരോ ഐക്കൺസുകളും നമ്മൾ ചെയ്യുന്ന ഡിസൈനിനെ ആസ്പദമാക്കി ഡിഫറൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ പർപ്പസ് മനസ്സിലാക്കി വേണം നമ്മൾ ഫിൽഡ് വേണോ, ലൈൻ വേണോ, 2 ടോൺ വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ എനിവേ പിക്സൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ലോക്കിൻ്റെ ഐക്കൺ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ഐക്കൺ എന്ന് പറയുന്നത് 24x24 എന്ന് പറയുന്ന സൈസാണ്. ഇനി ഞാനിതിൻ്റെ അടുത്തൊരു സൈസ് ഉണ്ടാക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. യാതൊരു കാരണവശാലും ഇതിനെ ഡയറക്റ്റ് ഇവിടുന്ന് ഇതേ മൂവ് ടൂൾ വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്തരുത്. അതൊരുപാട് പേര് അങ്ങനെ തെറ്റ് കാണിക്കാറുണ്ട് ഫിഗ്മയിൽ. എപ്പോഴും നമ്മൾ ടോപ്പിൽ പോയി മൂവ് ടൂളിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്, അത് കെ ആണ് ഷോർട്ട് കട്ട്. ആ കെ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുക. അതായത് എനിക്കൊരു 32 പിക്സലിൻ്റെയാണ് അടുത്ത വേണ്ടെങ്കിൽ 32 വരെ കൊണ്ടുവരുമ്പോൾ 32 റെഡിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എനിക്ക് അതിനൊക്കെ കുറച്ചുകൂടെ വലിയൊരു അളവില്ല, അതായത് 72 പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എടുക്കുന്നു, കെ എടുക്കുന്നു. കെ എടുത്തതിന് ശേഷം ഞാൻ പിടിച്ച് വലുതാക്കി 72ലേക്ക് കൊണ്ടുവരുന്നു. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ട്രാൻസ്ഫോം ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് മാത്രം ട്രാൻസ്ഫോം ചെയ്ത് കാണിക്കുകയാണ്. അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ വിഡ്ത്തും ഹൈറ്റും ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ കിടക്കുന്ന ഫിൽഡ് ഐക്കണുകളുടെ 3 സൈസാണിത്. അതേപോലെ ലൈൻ ഐക്കൺസിൻ്റെയും ഓരോരോ സൈസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്യുവോ ടോണിൻ്റെയും അങ്ങനെ ഓരോന്നിൻ്റെയും ഒരു ഐക്കൺ ബേസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഡിഫറൻറ്റ് സൈസുകൾ അതിൻ്റെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗ്രിഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പിക്സൽ പെർഫെക്റ്റഡ് ആയിട്ടുള്ള ഐക്കൺസുകൾ ഉണ്ടാക്കി അതിൻ്റെ ഒരേ ഫാമിലിയിൽ, അതായത് ഒരു ഫാമിലിയിൽ വരുന്ന കുറേ ഐക്കൺസുകൾ നിങ്ങൾക്ക് ഇതേപോലെ കൃത്യമായ സ്പേസിങ്ങിൽ ചെയ്ത് വെച്ച് ഒരു ബണ്ടിലാക്കാം, ഒരു ഐക്കൺ ബണ്ടിലാക്കാം. ഒരു പ്രോജക്റ്റ്, ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അവരുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോണിലുള്ള അതേ ഐക്കൺസുകൾ ഉണ്ടാക്കി അവർക്ക് യൂസ് ചെയ്തിരിക്കുന്ന ശീലം നല്ലതാണ്. അഥവാ അല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ കണ്ട രീതിയിൽ കൃത്യമായിട്ടുള്ള ഗ്രിഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഐക്കൺസ് സെറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഐക്കൺസുകളെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നല്ല ഒരു ഡ്രോയിങ് സ്കില്ലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐക്കൺ സെറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ അത് സെല്ല് ചെയ്ത് കാശുണ്ടാക്കാനും മറ്റുള്ളവർക്ക് കൊടുത്ത് വിറ്റൊക്കെ കാശുണ്ടാക്കാനും ഉള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കി ആ ഒരു കൃത്യമായ ഒരു സ്പേസിങ്ങും ആ ഒരു പാഡിങ്ങും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ഐക്കൺസുകൾ ഉണ്ടാക്കി നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വിറ്റ് കാശാക്കുക. എന്ത് വേണമെങ്കിലും നമ്മൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഒരുപാട് അനന്ത സാധ്യതകളാണ്. അപ്പോൾ എന്തായാലും ഇനി മുതൽ ലൈൻ ഐക്കൺസുകളായിരുന്നാലും ഫിൽഡ് ഐക്കൺസ് ആയാലും ഡ്യുവോ ടോൺ ഐക്കൺസ് ആയാലും ഒക്കെ തന്നെ ഇതുപോലെ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് വേണ്ടി സെൽഫായിട്ട് ഒരു കസ്റ്റം ഡിസൈൻഡ് ആയിട്ടുള്ള ഐക്കൺസുകൾ ഉണ്ടാക്കി നിങ്ങളുടെ ഡിസൈൻ പ്രോജക്റ്റുകളെ കുറേ മെച്ചപ്പെടുത്തുമെന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസൈനേഴ്സായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.